സർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ അജണ്ടയുടെ ആവശ്യമുണ്ട്. പുതിയ കാലത്തെ നവമാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടലുകളിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും സാംസ്കാരികമായിട്ടുള്ള നിലവാരം ഏത് രൂപത്തിലാണ് പോകുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു നിയമസഭാ സാമാജികയായി ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ സർ, അത് ഇറഗുലേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയം അവരെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് മുൻപിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കോടതിയുടെ മുമ്പിലോ ഹാജരാക്കാൻ പറ്റും. പക്ഷേ മുഖമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ ചീത്ത വിളിക്കുന്നത്, മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നിയമസഭാ സാമാജിക എന്നുള്ള രൂപത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ കാര്യമല്ല. വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ സഭയിലെ ഒരു അംഗം അവർക്കുണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം സംസ്ഥാന സർക്കാരിന് മുമ്പിൽ കൊണ്ടുവന്നത്. ആ സമയത്ത് സംസ്ഥാന സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. പക്ഷെ അതേസമയം മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവർ മറന്നുപോയി എന്നുള്ളത് സർ ഞാൻ അങ്ങയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു പോസ്റ്റർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് AI കാലമാണ്. ആർക്കും എവിടെയും ഏത് രൂപത്തിലുമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. വിശ്വസനീയമായിട്ടുള്ള രൂപത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ട് എൻ്റെ വ്യക്തിത്വത്തെ, ഞാൻ എൻ്റെ എന്ന് പറയുമ്പം അത് ഒരു വ്യക്തി എന്നുള്ളതിലപ്പുറത്തേക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിനെ കൂടി അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. സർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാന്യതയെ, സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രൂപത്തിൽ ആർക്കും എന്തും പറയാം എന്നുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അങ്ങ് ദയവായിട്ട് ആ പോസ്റ്റർ അവിടെ ടേബിൾ ചെയ്തോളൂ. ഇവിടെ നിയമസഭയുടെ ഉദ്യോഗസ്ഥരത് വന്ന് വാങ്ങും. ഇവിടുന്ന് തന്നെ സൈബർ പോലീസ് നമ്മളത് കൊടുക്കുകയും. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം ഞാൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം അതിന് അന്വേഷിക്കാനുള്ള ഓർഡർ എടുക്കുകയും ചെയ്തു എന്നുള്ളത് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സർ, ഇത് എൻ്റെ മാത്രം വിഷയമല്ല. ഞാൻ പറയുന്നത് സഭയുടെ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആവരുത്. എല്ലാ സ്ത്രീകൾക്കും മാന്യമായിട്ട്, അത് പൊതുമേഖലയിലാണെങ്കിലും ഡിജിറ്റൽ മേഖലയിലാണെങ്കിലും ഇടപെടാനും പ്രവർത്തിക്കാനും സംസാരിക്കാനുമുള്ള ഇടമുണ്ടാകണം. അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമയം ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഇത്തരത്തിലുള്ള സൈബർ കേസുകളുടെ പിന്നാലെ പോകുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ദയവായിട്ട് ശ്രമിക്കണം എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സർ, മറ്റൊരു കാര്യം, ഇവിടെ ഈ ബജറ്റിൽ ഏറ്റവും സുപ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കൈത്തറി വ്യവസായ മേഖലയെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളതാണ്. സർ, കൈത്തറി മേഖല ഇന്ന് ഇങ്ങനെ അവസാനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. വളരെ സന്തോഷം തോന്നുകയാണ് സർ. അതുപോലെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർ, നമ്മുടെ നാട്ടിലുള്ള മൺപാത്ര തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങളൊന്നും ആരും കാണാറില്ല. പേരാമ്പ്ര മണ്ഡലത്തിൽ എൻ്റെ ഒത്തിരി ആളുകൾ, എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെടുന്ന അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവരുടേതായിട്ടുള്ള സാലറി ഉൾപ്പെടെയുള്ള അലോവൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഈ ബജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറിയ സന്തോഷത്തോടെ തന്നെ അങ്ങയോട് പങ്കുവെക്കുകയാണ്. സർ, അവസാനിപ്പിക്കുന്നു. വിഖ്യാത കവി മിർസ ഗാലിബിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മേൽ മിന്നൽ പതിച്ചു എന്ന് കരുതി ഞാൻ എന്തിന് പരിഭവിക്കണം? ഓരോ പുൽനാമ്പുകളും ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ കൂടാരം വീണ്ടും പണിതുയർത്തും. സർ, ഈ ധനവിനിയോഗ ബില്ലിലെ ഓരോ വിഹിതവും, ഓരോ പുൽനാമ്പും ചേർത്ത് വെച്ച് ഈ നാടിനെ വീണ്ടും പടുത്തുയർത്താനുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിട്ടാണ് സർ കാണുന്നത്. പ്രതിപക്ഷത്തിൻ്റെ, ഇന്ന് സഭയിൽ ആരുമില്ല, പ്രതിപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയ പാപ്പരത്തെ തള്ളിക്കൊണ്ട് ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ ഒരിക്കൽ കൂടി പിന്തുണച്ചതായി അറിയിക്കുന്നു സർ. അപ്പു ജോൺ ജോസഫ്.